ചില ടെസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തില് ഒരു നിയമജ്ഞൻ വന്നിട്ട് ഈശോയും യഹൂദനും തമ്മിലുള്ള വാഗ്വാദം അല്ലെങ്കിൽ സംവാദം കേൾക്കുകയാണ്. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഈശോ നന്നായി ഉത്തരം പറയുന്നെന്ന് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം ഈശോയോട് ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഈശോ നിയമത്തിലുള്ള 2 പ്രധാനപ്പെട്ട നിയമങ്ങൾ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ ഇദ്ദേഹം തന്നെ ഈശോയോട് ഒരു മറുപടി പറയുകയാണ്. അപ്പൊ അവിടെ ഇപ്രകാരം എഴുതിച്ചിരിക്കുകയാണ്, അവൻ ശരിയായി മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവൻ നന്നായി മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി ഈശോ അദ്ദേഹത്തോട് പറഞ്ഞു, നീ സ്വർഗരാജ്യത്തിൽ നിന്നും അകലെയല്ല എന്ന് പറയുകയാണ്. ഇന്നത്തെ സുവിശേഷം നമ്മൾ ഫുള്ളായിട്ട് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്. ഈശോയുടെ മറുപടിയിൽ ഇദ്ദേഹം ആകർഷനായി. ഈ നിയമജ്ഞൻ ഈശോയുടെ മറുപടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. എന്നിട്ടാണ് ഈശോയോട് ചോദിക്കുന്നത്, നിത്യജീവൻ അവകാശമാക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇദ്ദേഹം ഒരു മറുപടി പറയുമ്പോൾ അത് ഈശോയ്ക്കും ഇഷ്ടമാവുകയാണ്. എന്നിട്ടാണ് ഈശോ ഇദ്ദേഹത്തോട് പറയുന്നത്, നിത്യജീവനിൽ നിന്നും അല്ലെ സ്വർഗരാജ്യത്തിൽ നിന്നും നീ അകലെയല്ല എന്ന് പറയുന്നു. ഇദ്ദേഹത്തിന്റെ മറുപടി കേട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ ഇന്നത്തെ സുവിശേഷത്തിലെ 2 മറുപടികളാണ് നമ്മൾ വായിച്ചു കേട്ടത്. 2 മനോഹരമായിട്ടുള്ള മറുപടികൾ. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഈ ഒരു കൊച്ചു കാര്യത്തിനാണ്. അതായത് ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളിലെ ചില മറുപടികൾ ഒന്ന് ശരിയാകാൻ അല്ലെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു കുഞ്ഞൊരു സംവാദം ഉണ്ടാകുമ്പോൾ അതിൽ നമ്മൾ മറുപടി പറയുന്ന ഒരു ശൈലി അല്ലെ, പലപ്പോഴും ചില മറുപടികളിലാണ് ചില വലിയ വലിയ വഴക്കുകൾ ആരംഭിക്കുന്നത് തന്നെ. പക്ഷെ നമ്മൾ ഒരു സുശിഷ്ടഭാവം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ സംസാരത്തിൽ പാകപ്പിഴകൾ വരാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി